ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വെരി. നല്ല ദേഷ്യമുള്ള സമയത്ത് നമ്മൾ പറയും ഐ എം വെരി ആംഗ്രി. സന്തോഷമാണെങ്കിൽ ഐ എം വെരി ഹാപ്പി. ക്ഷീണം തോന്നുമ്പോൾ ഐ എം വെരി ടയേർഡ്. എന്നാൽ എല്ലാത്തിനോടുമൊപ്പം ഈ വെരി എന്ന വാക്ക് ചേർക്കുമ്പോൾ കേൾക്കാൻ അത്ര സുഖകരമല്ല. നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടി സ്മാർട്ട് ആൻഡ് സ്റ്റൈലിഷ് ആക്കാൻ ഈ വെരി എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിക്കാവുന്ന 5 വാക്കുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യത്തെ വാക്കിലേക്ക് കിടക്കാം. വെരി ആംഗ്രി. നല്ല ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഐ ആം വെരി ആംഗ്രി എന്ന്. എന്നാൽ ഇനി മുതൽ അതിന് പകരം ഫ്യൂറിയസ് എന്ന വാക്ക് ഉപയോഗിച്ച് നോക്കൂ. ഫ്യൂറിയസ് എന്നാൽ കടുത്ത ദേഷ്യം എന്നാണ് അർത്ഥം. ഉദാഹരണം, മൈ ബോസ് വാസ് ഫ്യൂറിയസ്. രണ്ടാമത്തെ വാക്ക് വെരി ടയേർഡ്. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഐ എം വെരി ടയേർഡ് എന്ന്. എന്നാൽ അതിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വാക്കാണ് എക്സോസ്റ്റഡ്. ആഫ്റ്റർ ദ ട്രാവൽ ഐ എം കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് എന്ന് പറയും. മൂന്നാമത്തെ വാക്ക് വെരി ഹാപ്പി. സന്തോഷമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഐ എം വെരി ഹാപ്പി എന്ന് പറയാറുണ്ടല്ലേ. അതിന് പകരം ത്രിൽഡ് എന്ന് ഉപയോഗിച്ച് നോക്കൂ. ഐ എം ത്രിൽഡ് അബൌട്ട് മൈ ന്യൂ ജോബ്. നാലാമത്തെ വാക്ക് വെരി ബ്യൂട്ടിഫുൾ. ഭംഗിയുള്ളത് എന്തെങ്കിലും കാണുമ്പോൾ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് ഉപയോഗിക്കാറുണ്ടല്ലേ. എന്നാൽ അതിനേക്കാൾ ഭംഗിയുള്ള ഒരു വാക്കാണ് ഗോർജിയസ്. ഉദാഹരണം, യു ലുക്ക് ഗോർജിയസ് ഇൻ ദിസ് ഡ്രസ്. അഞ്ചാമത്തെ വാക്കാണ് വെരി ക്ലീൻ. വൃത്തിയുള്ളതായ വീടോ റൂമോ ഒക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ വെരി ക്ലീൻ എന്ന്. എന്നാൽ അതിന് പകരം സ്പോട്ട്ലെസ് എന്ന വാക്ക് ഉപയോഗിക്കാം. ഒട്ടും കറയില്ലാത്തത് എന്നാണ് സ്പോട്ട്ലെസ് എന്ന വാക്കിന് അർത്ഥം. ഉദാഹരണം, ഹർ കിച്ചൺ ഈസ് ഓൾവേസ് സ്പോട്ട്ലെസ്. ഇനി മുതൽ വെരി എന്ന വാക്ക് ഒഴിവാക്കി ഈ 5 വാക്കുകളിൽ ഏതെങ്കിലും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ.